വിവോ ഇന്ത്യയിൽ പുതുതായി ലോഞ്ച് ചെയ്ത വിവോ Y12s എന്ന ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10,000 രൂപ റേഞ്ചിൽ വിവോ പുതുതായിട്ട് പുറത്തിറക്കിയ ഫോണാണ് വിവോ Y12s. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ വേണമെങ്കിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ പോക്കോ M2, റെഡ്മി 9 പ്രൈം അങ്ങനെയുള്ള ഫോണുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഓൺലൈൻ ഫോണുകളാണ്. ഈ വിവോ Y12s എന്നത് ഓഫ്ലൈൻ ഫോണായിട്ടാണ് ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. 20:9 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിൽ തന്നെയാണ് ഇതിൻ്റെയും ഡിസ്പ്ലേ വരുന്നത്. ഇതിന് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസർ പവർ ബട്ടണിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് ബോഡി പ്ലാസ്റ്റിക് ബാക്ക് ബോഡി ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു ഗ്രേഡിയൻറ്റ് ഫിനിഷിങ് നമുക്കിപ്പം കാണാൻ കഴിയും. റെക്റ്റാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മൊഡ്യൂൾസാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇത് തന്നെ 2 കളറിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭിക്കും. ഫാൻറ്റം ബ്ലാക്കും ഗ്ലേഷ്യർ ബ്ലൂ, അങ്ങനത്തെ 2 കളറിലാണ് ഇതിപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ വെയ്റ്റ് 191 ഗ്രാമും അതുപോലെ തന്നെ തിക്നെസ് 8.41 mm ആണ്. ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 439 ആണ് വരുന്നത്. ഇതൊരു ബെസ്റ്റ് പ്രൊസസ്സറാണെന്നൊന്നും നമുക്കിപ്പോൾ ഈ പ്രൈസ് റേഞ്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നതിൽ ഏറ്റവും നല്ലൊരു പ്രൊസസ്സർ ഇതാണ്. കാരണം ഇതൊരു ഓഫ്ലൈൻ ഫോണിൻ്റെ സെക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്രൊസസ്സറാണ്. ഇനി ഓൺലൈൻ ഫോണിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ ചൂസ് ചെയ്യാനും പറ്റും. പെർഫോമൻസും ഗെയിമിങ്ങും ആണ് നിങ്ങളുടെ ഈ ഫോൺ വാങ്ങുന്നതിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഈ ഫോണിനെക്കാട്ടിലും നല്ലത് ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൽ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കളിക്കാനൊക്കെ പറ്റും. അതിൻ്റേതായ ലിമിറ്റേഷനിലേ നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും. ഈ ഫോണിൻ്റെ 3GB 32GB വേരിയൻ്റാണ് ഇപ്പം നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ 2 സിമ്മും ഒരു മെമ്മറി കാർഡ് ഒരേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 3.0 എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാമറ വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ ചെയ്തിട്ടുള്ളത്. 30 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിലുള്ള മെയിൻ സെൻസറും 2 മെഗാപിക്സൽ f2.4 അപ്പർച്ചറിലുള്ള ഡെപ്ത് സെൻസറും ആയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൻ്റെ f1.8 അപ്പർച്ചറിലുള്ള ഒരു നല്ല സെൽഫി ക്യാമറയാണ് ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഫോണിൽ 5000 mAh നല്ലൊരു ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാൾട്ടിൻ്റെ നോർമൽ സ്പീഡിലുള്ള ചാർജറുമായിട്ടാണ് ഇത് വരുന്നത്. ഓഫ്ലൈൻ ഫോണുകളിലൊക്കെ ഇപ്പം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണുകൾ വളരെ കുറവാണ്. മൈക്രോ USB ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. റിവേഴ്സ് ചാർജിങ് എന്ന് പറയുന്നൊരു ഫീച്ചർ കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മറ്റ് ഫോണുകളിലൊക്കെ ഈ ഫോൺ ഉപയോഗിച്ച് ഒരു USB കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് ചാർജ് കയറ്റാൻ കഴിയും. അവസാനമായിട്ട് ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 9,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓഫ്ലൈൻ മാർക്കറ്റിൽ ഈ ഫോണ് തരക്കേടില്ല, ഏവറേജ് ഫോണാണെന്ന് നമുക്കിപ്പം ഈ പ്രൈസ് കേട്ടതോടെ പറയാൻ പറ്റും. ഇനിയിപ്പോൾ അത് ഓൺലൈൻ ഫോണുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേറെ നല്ല ഫോണുകൾ വരുന്നുണ്ട്. നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ ഫോണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക.